ഓടിക്കൊണ്ടിരുന്ന കാറാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാറ് കത്തുന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, അനാവശ്യമായ ഇലക്ട്രിക് ഫിറ്റിങ്ങുകൾ കാറിൽ നമ്മൾ സംഘടിപ്പിക്കുന്നത് ഒഴിവാക്കുക. കമ്പനിയുടെ തന്നെ ബ്രാൻഡിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫിറ്റിങ്ങുകൾ മാത്രം, അഡീഷണൽ ഫിറ്റിംഗ്സ് മാത്രം കൊണ്ടുവരിക. ഇനി എന്താണ് സംഭവം എന്ന് നമുക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുന്നു. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമലയിലെ വാജിവാഹനം തന്ത്രിക്ക് നൽകിയതിൽ കേസെടുക്കാനുള്ള സാധ്യത തേടി SIT. വാജിവാഹനം കൈമാറിയ ബോർഡ് അംഗങ്ങളുടെ മൊഴിയെടുക്കും. വാജിവാഹനം ഉപയോഗിച്ച് പണമുണ്ടാക്കിയോ എന്നതിൽ അന്വേഷണം. പോറ്റിയെയും തന്ത്രിയെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനും നീക്കമുണ്ട്. അതേസമയം ശബരിമലയിലെ കൊടിമരക്കൊള്ളയിൽ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് SIT. സ്വർണ്ണ കൊടിമരം സ്ഥാപിക്കാൻ അനധികൃത പിരിവ് നടത്തിയെന്നാണ് ആരോപണം. ഹരിമോഹൻ റോഷിപാലും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഹരിയിലേക്ക്. ഗുഡ് മോർണിംഗ് ഹരി. ഗുഡ് മോർണിംഗ് റോഷി. ഹരി, SIT ഈ വാജിവാഹനത്തിന്റെ കാര്യത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ്, UDFന്റെ കാലത്തെ ദേവസ്വം ബോർഡാണ്. പ്രയാഗ് ഗോപാലകൃഷ്ണനും അജയ് തറയിലും അന്ന് രാഘവൻ ഇടതുപക്ഷത്തു നിന്ന് ഒരു ദേവസ്വം ബോർഡ് അംഗമായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാജിവാഹനം രാജ്യം കടന്നു പോയിരുന്നോ? ഈ വിവാദമായപ്പോൾ അത് തിരികെ കൊണ്ടുവന്നതാണോ? യഥാർത്ഥ വാജിവാഹനമാണോ? പൂജയ്ക്ക് വേണ്ടി മറ്റിവിടങ്ങളിലും ഈ വാജിവാഹനം ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ഉത്തരവ് വളരെ നിർണായകവുമായിരുന്നു. 2012 ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം ദേവചൈതന്യം പ്രസരിക്കുന്ന ഒരു ഭൗതിക വസ്തുവും ദേവസ്വത്തിന്റെ സ്വത്തല്ലാതെ ഒരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. അത് ദേവസ്വം സ്വത്തായിട്ട് കണക്കാക്കേണ്ടതാണ്. അതാണ് തന്ത്രി കുറച്ചു കാലമായി 2017 മുതൽ കൈവശം വെച്ചുകൊണ്ടിരുന്നത്. ഇതിന്മേലുള്ള അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണോ SIT? ഹരി. അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് SIT എന്ന് പറയേണ്ടി വരും. കാരണം 2012 ഒരു ഉത്തരവ് നിലനിൽക്കെ തന്നെ 2017 ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങൾ തന്ത്രിക്ക് ഈ വാജിവാഹനം കൈമാറിയതിൽ വലിയ രീതിയിലുള്ള ദുരൂഹത സംശയിക്കുകയാണ് SIT. മാത്രമല്ല, അങ്ങനെ ഒരു ഉത്തരവ് ശ്രദ്ധയിൽപ്പെട്ടില്ല, അല്ലെങ്കിൽ ആരും അത് ഓർമ്മിപ്പിച്ചില്ല, അല്ലെങ്കിൽ ആരും അത് ചൂണ്ടിക്കാണിച്ചില്ല എന്നൊക്കെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പറയുന്നത് അതത്ര വിശ്വാസയോഗ്യമല്ല എന്നുള്ളത് തന്നെയാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നേരത്തെ ഈ ദ്വാരപാലക ശില്പപാളികളും കട്ടിളപ്പാളികളും ഒക്കെ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയി പ്രദർശനം നടത്തി പണപ്പിരിവ് നടത്തുകയായിരുന്നു ഈ പ്രതികളൊക്കെ തന്നെ ചെയ്തിരുന്നത്. അപ്പൊ അതുപോലെ സമാനമായിട്ട് വാജിവാഹനം ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം SITക്ക് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളത് കൂടി ഈ ദിവസങ്ങളിൽ SIT ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് 19-ാം തീയതി ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം. ആ റിപ്പോർട്ട് സമർപ്പിക്കും മുൻപ് തന്നെ വാജിവാഹനത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അതിൽ പണപ്പിരിവ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത തേടുക എന്നുള്ളതാണ് SIT ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് അംഗങ്ങൾ അന്നത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള അജയ് തറയിൽ K രാഘവൻ, പ്രയാഗ് ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്കാണ് SIT കടക്കുന്നത്. ഇരുവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് തന്നെ മൊഴിയെടുക്കാനുള്ള നീക്കം SIT ഇപ്പോൾ നടത്തുന്നുണ്ട്. അതിൽ കേസെടുക്കണമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. കാരണം നിലവിൽ ദ്വാരപാലക ശില്പപാളികളിലും കട്ടിളപ്പാളികളിലും കേസെടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയത് ഹൈക്കോടതി ആയതുകൊണ്ട് തന്നെ മൂന്നാമതൊരു കേസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകണമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ റിപ്പോർട്ടിൽ ഈ അന്വേഷണം നടത്തിക്കൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണം നടത്തിക്കൊണ്ട് സമർപ്പിക്കുന്ന ഹൈക്കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിൽ ഇതിൽ കേസെടുക്കാനുള്ള ശുപാർശ SIT നൽകുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കിക്കാണേണ്ടുന്ന ഒരു കാര്യം. പണപ്പിരിവ് മാത്രമല്ല, അതിൽ ഏതെങ്കിലും നിലയിലുള്ള, അതായത് ഈ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൽ ഏതെങ്കിലും നിലയിലുള്ള ഗൂഢാലോചന ഈ തന്ത്രിയും മറ്റുള്ളവരും ഒക്കെ തന്നെ ചേർന്ന് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് SIT പരിശോധിക്കുന്നത്. അതിൽ രണ്ടുപേരെ പ്രധാനമായിട്ട് ചോദ്യം ചെയ്യണം. അതിലൊന്ന് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠര രാജീവരെയാണ്, മറ്റൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയും വെവ്വേറെയുമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഒരുങ്ങുകയാണ്. തിങ്കളാഴ്ച ഇതിനായിട്ട് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ നൽകാൻ കൂടി SIT തയ്യാറെടുക്കുകയാണ്. അപ്പോൾ മൂന്നാമതൊരു കേസ് ഇതിനിടയ്ക്ക് രജിസ്റ്റർ ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല. ഹൈക്കോടതിയുടെ അനുമതിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. പക്ഷെ അതിനു മുമ്പ് SIT നടത്തുന്ന അന്വേഷണം, ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയതിലടക്കം വ്യക്തത തേടിക്കൊണ്ട് നടത്തുന്ന അന്വേഷണം, അത് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അരുൺ. ഓക്കെ, ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. നിർണായകമായ അന്വേഷണത്തിനൊരുങ്ങുന്നു SIT. അതേസമയം തന്നെ ഇപ്പോൾ പുറത്തുവന്ന ഈ സ്വർണ്ണക്കൊള്ളയ്ക്കുമപ്പുറം ഏറെ മാനങ്ങളുള്ള, ഒരുപക്ഷെ അതിനേക്കാൾ ആഴത്തിലുള്ള കൊടിമരക്കൊള്ള, ആ കൊടിമരക്കൊള്ളയിലെ അന്വേഷണത്തിലേക്ക് കൂടി SIT പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. കൊടിമരം സ്വർണം പൂശാൻ വേണ്ടിയിട്ട് വന്ന അന്നത്തെ ദേവപ്രശ്നം, ആ ദേവപ്രശ്നത്തെ തുടർന്ന് കൊടിമരം പൂശാനുള്ള സ്പോൺസർഷിപ്പ് ഫോണിക്സ് ഗ്രൂപ്പ് നൽകുന്നതിന് പുറമെ മറ്റു പണം പിരിച്ചിട്ടുണ്ടോ, അതിനോടുള്ള അഷ്ടദിക്പാലകർ എവിടെയാണ്, ഇത്തരം കാര്യങ്ങളിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. സ്വർണ്ണക്കൊള്ളയേക്കാൾ ആഴവും മാനവും പരപ്പും ഒരുപക്ഷെ ഈ
കൊടിമരക്കൊള്ളയ്ക്കുണ്ടാകും എന്നുള്ളതാണ് സംശയിക്കുന്നത്. അന്ന് UDF-ന്റെ ഭരണസമിതിയാണ് ഉണ്ടായിരുന്നത്. അതിലേക്ക് കൂടി അന്വേഷണത്തിന് SIT തയ്യാറെടുക്കുന്നു എന്നൊരു വിവരം വരുന്നുണ്ട്. റോഷി പാലുണ്ട്. റോഷി, സ്വർണ്ണക്കൊള്ളയ്ക്കും അപ്പുറത്തേക്ക് കൊടിമരക്കൊള്ള എന്നിനി വിളിക്കേണ്ടി വരുമോ ഈ SIT-യുടെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക്? 2017 കൊടിമരം സ്വർണം പൂശിയതല്ല, ധ്വജപ്രതിഷ്ഠയാണ് നടന്നത്. പുതിയ തേക്ക് ഉപയോഗിച്ച് പുതിയ കൊടിമരമാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. പഴയതിന് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുമ്പോൾ കോൺക്രീറ്റ് ചിതലരിച്ചു എന്ന് ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയാണ് അന്ന് ഈ പരിപാടി നടത്തിയത്. അതിന് പിന്നിലൊരു തട്ടിപ്പുണ്ടെന്ന് SIT സംശയിക്കുന്നുണ്ട്. വ്യാപകമായ പണപ്പിരിവ് നടന്നു എന്ന് സംശയിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുനരന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ റോഷി? അരുൺകുമാർ, ശബരിമലയിൽ കൊടിമരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പ് നടന്നുവെന്ന സംശയമാണ് ഉയർന്നത്. കാരണം കൊടിമരം സ്ഥാപിക്കാൻ വേണ്ടി ദേവപ്രശ്നത്തിൽ തീരുമാനം വരുമ്പോൾ ആ കൊടിമരം സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്പോൺസറെ കണ്ടെത്തിയിരുന്നു. ഹൈദരാബാദ് ആസ്ഥാനമായ ഫോഡെക്സ് ഫൗണ്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അവർ 3.20 കോടി രൂപ അത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചതാണ്. ആ പണം നിക്ഷേപിച്ചിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് വ്യാപകമായി അനധികൃത പിരിവ് നടത്തിയെന്ന കണ്ടെത്തലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അന്നത്തെ UDF നേതൃത്വത്തിലുള്ള ഭരണസമിതി, പ്രയാർ ഗോപാലകൃഷ്ണൻ, അജയ് തറയിലടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ അവരാണ് ഈ അനധികൃത പണപ്പിരിവിന് നേതൃത്വം നൽകിയത് എന്നാണ് പ്രാഥമികമായുള്ള കണ്ടെത്തൽ. ആ കണ്ടെത്തലിലാണ് അന്വേഷണ സംഘം പരിശോധനയ്ക്ക് തയ്യാറെടുക്കുന്നത്. കാരണം വലിയ തട്ടിപ്പ് നടന്നു. സിനിമാ താരങ്ങളിൽ നടക്കം കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തു എന്നാണ്. നിലവിൽ 2.5 കോടി രൂപ പിരിച്ചെടുത്തതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ പണം തിരിച്ചെടുത്തിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പലതരത്തിലും തട്ടിപ്പുകൾ നടന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അന്വേഷണം അവസാനിക്കാൻ സാധ്യതയില്ല. വിവാദങ്ങൾ ഇവിടെ അവസാനിക്കില്ല. ഇത് ആളിക്കത്തും. UDF നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഈ വിവരങ്ങൾ, പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് നടന്ന തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഏതായാലും ഇന്നും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാൻ സാധ്യതയുണ്ടായിരുന്നു. കുമാർ, ഓക്കെ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ സ്വർണ്ണക്കൊള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 1998 മുതൽ ശബരിമലയിൽ ദേവസ്വം ബോർഡുമായി നടന്ന സ്വർണത്തിന്റെ ഈ സ്വർണം പൂശലും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡ് നടത്തിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതാണ് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ 2007 കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. വളരെ വിശദമായിട്ട് 75 റെക്കമെൻഡേഷൻസ് ആണെന്ന് ജസ്റ്റിസ് പരിപൂർണൻ കോടതിക്ക് സമർപ്പിച്ചത്. ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളായിരുന്നു. ട്രാൻസ്ഫർ, നിയമനം, പർച്ചേസ്, ഇതിലെല്ലാം ഗുരുതരമായ ക്രമക്കേടാണ് നടന്നത്. രാഷ്ട്രീയ സ്വാധീനമില്ലാത്തവരെ ഈ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് പരിപൂർണൻ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത്. നിർഭാഗ്യവശാൽ അത് നടന്നില്ല.